ആറ് നരഭോജികളുടെ ക്രൂരമായ ലൈംഗിക ആക്രമണത്തിനിരയായി ഗംഗാനദിയുടെ പവിത്രതയിൽ വിലയം പ്രാപിച്ച് പേരറിയാത്ത ഡൽഹിയിലെ ആ പാവം സഹോദരിക്കായി രണ്ടിതൾ കണ്ണുനീർ പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് നെസ്റ്റോ പ്രവാസജാലകത്തിന്റെ ഏറ്റവും പുതിയ അധ്യായം ആരംഭിക്കട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രവാസജാലകം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെങ്ങും പീഡിപ്പിക്കപ്പെടുന്ന ജനസമൂഹങ്ങൾക്കായി ഈ അധ്യായം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭാരതത്തിന്റെ മണ്ണിൽ ലൈംഗിക പീഡനത്തിനിരകളായി മരിച്ചു ജീവിക്കുന്ന നൂറുകണക്കിന് സഹോദരിമാർക്കായി ഫ്രണ്ട്സ് ക്രിയേഷൻ സംഘടിപ്പിച്ച സെമിനാറിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. കവർ സ്റ്റോറി: അരുത് കാട്ടാള, ഇത് സ്വന്തം മകളാണെന്ന് ഓർക്കുക. ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ അമ്മയും സഹോദരിയും മകളുമൊക്കെയായ സ്ത്രീ സമൂഹത്തെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും പകരം വെറുമൊരു ഉപഭോഗ വസ്തുവായി സ്ത്രീയെ കാണുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന കേരളീയ അവസ്ഥയ്ക്കെതിരെ റിയാദിലെ ഫ്രണ്ട്സ് ക്രിയേഷൻ സംഘടിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി. ഷിഫ അൽ ജസീറ ക്ലിനിക്കിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടി നോർക്ക കൺസൾട്ടന്റ് ഷിഹാബ് കൊട്ടുകാട് ഉദ്ഘാടനം ചെയ്തു. നവാസ് വെള്ളിമാടുകുന്ന് അധ്യക്ഷത വഹിച്ചു. ഡൽഹിയിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനത്തിനിരകളാകുന്ന പെൺകുട്ടികൾക്കായി പ്രവാസ ലോകത്തിന്റെ പ്രതിഷേധം തീർത്തുകൊണ്ട് ഐക്യദാർഢ്യ പ്രതിജ്ഞയും നടന്നു. ശക്തമായ ബോധവൽക്കരണവും നീതിയുക്തമായ ശിക്ഷാവിധികളും മുഖം നോക്കാതെ നടപ്പിലാക്കുവാൻ ഭരണകൂടങ്ങൾ തയ്യാറായെങ്കിൽ മാത്രമേ സ്ത്രീ പീഡനങ്ങൾക്ക് അറുതി വരുത്തുവാൻ സാധിക്കുകയുള്ളൂവെന്ന് സെമിനാറിൽ സംബന്ധിച്ചവർ വ്യക്തമാക്കി. അച്ഛനും അമ്മയും നല്ല സംസ്കാരത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന നാളെ പുലരുമ്പോൾ വീണ്ടും ഒരു നല്ല പ്രഭാതം സ്വപ്നം കണ്ട് ജീവിച്ചു വരുന്ന പെൺകുട്ടികളെ കുറിച്ചാണ്. 17-18 വയസ്സ് പ്രായമുള്ള മകനെ വളർത്തി വലുതാക്കിയ ഒരു അമ്മ റോഡിലൂടെ പോകുമ്പോൾ ആ അമ്മയെയും മനഭംഗം ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട്. അത്തരം സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സമയത്തിനെ ബഹുമാനിക്കുക, ബന്ധങ്ങളെ ബഹുമാനിക്കുക. ഈ ഒരു സംഭവം ഇല്ല. നമുക്ക് വേണ്ടത് ആർഷഭാരത സംസ്കാരത്തിലേക്കൊരു തിരിച്ചുപോക്കാണ്. നമ്മളിപ്പോൾ പറയും പിന്നെ റേപ്പ് നടന്ന അപ്പോൾ പെണ്ണുങ്ങളെല്ലാം കൂടി ഡിസ്കഷൻ നടത്തൂ, വളരെയധികം സംഘടിതരാകൂ, എന്തിന് പെണ്ണുങ്ങൾ സംഘടിക്കണം? നമ്മളാണോ റേപ്പ് ചെയ്യുന്നത്? സംഘടിക്കേണ്ടത് പുരുഷന്മാരെന്ന് പറയുന്ന ആണുങ്ങളാണ്. അവരെ തീരുമാനിക്കണം. നമ്മളൊക്കെ ഇത്രയും ഈ പറഞ്ഞ പോലെ നട്ടെല്ലുള്ള ആണുങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ വർഗത്തിന് അപമാനാവുന്ന രീതിയിൽ ഇത് എന്തായി നടക്കുന്നത്? അവർ കൂടട്ടെ, അവർ തീരുമാനിക്കട്ടെ. പണ്ടത്തെ പോലെ നമുക്ക് പറ്റില്ല, അത് ശരിയാണ്. മുത്തച്ഛന്മാരുടെ ഉപദേശങ്ങൾക്കൊന്നും നമുക്ക് സാഹചര്യങ്ങളില്ല. പക്ഷെ ആ കുട്ടികളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർ ഈ പറയുന്ന പോലെ മാധ്യമങ്ങളിൽ കാണുന്ന പെണ്ണാണ് അവർക്ക് പെണ്ണ്. 8ാം ക്ലാസ്സുകാരനായ എൻ്റെ മകന് പോലും പെണ്ണെന്ന് പറയുമ്പോൾ അമ്മ എൻ്റെ അമ്മ, അനിയത്തി എൻ്റെ അനിയത്തി. അതിനപ്പുറത്ത് സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക്? ഒരു പക്ഷേ എൻ്റെ കൂട്ടുകാരികൾ ഉണ്ടാവുമായിരിക്കാം. അതിനപ്പുറത്തേക്ക് എന്താണ് സ്ത്രീ എന്ന് അവരറിയേണ്ടത്? ഈ സിനിമയിൽ കാണുന്ന ഇത് തന്നെയാണ് അവരുടെ സ്ത്രീ സങ്കല്പം. പക്ഷേ അതല്ല. ഒരു കാലത്ത് നീ വിവാഹം കഴിച്ചാൽ നിൻ്റെ കൂടെ താമസിച്ച് നിൻ്റെ ജീവിതകാലം മുഴുവൻ നിൻ്റെ പ്രണയിനിയായി നിൻ്റെ കൂടെ നിൽക്കേണ്ടുന്ന പെണ്ണാണ് ഇതിലേതെങ്കിലും ഒരുവൾ. അല്ലെങ്കിൽ വേറൊരു പുരുഷൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ മനസ്സും ശരീരവും പങ്കിട്ട് ജീവിക്കേണ്ട ഏതോ ഒരു സ്ത്രീയാണ് ഈ സമൂഹത്തിൽ നടക്കുന്നത്. ഒരു കാലത്ത് നിനക്ക് സംസ്കാരമുള്ള ഒരു സ്ത്രീയെ ഭാര്യയായി തരാൻ അങ്ങനെ ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കുന്ന ഒരു അമ്മയാണാ പോകുന്നത്. ഇങ്ങനെയുള്ള ഒരു മൂല്യത്തോടു കൂടി സ്വന്തം ആൺകുട്ടികളെ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നും വീട്ടിൽ നിന്നാണല്ലോ സമൂഹം. നമ്മളെല്ലാവരും സമൂഹം എന്ന് പറഞ്ഞ നാടിനെ മാത്രം നോക്കിയിട്ട് പറ്റില്ലല്ലോ. വീട്ടിൽ നിന്ന് അതൊരു തുടക്കം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു പക്ഷേ വളച്ചൊടിക്കാത്ത തത്വങ്ങൾ, അതാണ് നമുക്ക് വേണ്ടത്. ഭഗവത്ഗീതയായാലും ഖുറാനായാലും ബൈബിളായാലും വളച്ചൊടിക്കാതെ എന്താണോ യഥാർത്ഥത്തിൽ അതിൽ പറഞ്ഞിട്ടുള്ളത് അതിലേക്കൊരു തിരിച്ചുപോക്ക്, അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഒരു ഭരണകൂടത്തെ, ഒരു സമൂഹത്തെ, ഒരു ജനതയെ, ഒരു കാലഘട്ടത്തെ ജാതി, മത, വർഗ, വർണ്ണ ഭേദങ്ങൾക്കതീതമായി ചിന്തിക്കുവാനും പ്രതികരിക്കുവാനും പ്രേരിപ്പിച്ചുവെങ്കിൽ അത് സ്വാഗതാർഹമാണ്.
പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്ന പഠനം അപ്രസക്തമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2010-2011 കാലഘട്ടങ്ങളിൽ നടന്ന സ്ത്രീ പീഡനങ്ങളുടെ എണ്ണം 1,26,753. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒരു പക്ഷേ അതിനേക്കാൾ ഭീകരമായ ഒരു എണ്ണം നേരത്തെ സഹോദരൻ പറഞ്ഞതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ടാവാം. ഈ 1,26,753 കോടതി മുഖേന വിചാരണ ചെയ്യപ്പെട്ടത് വെറും 21,489 കേസുകൾ. അതിൽ വിധി നടപ്പാക്കപ്പെട്ട് ശിക്ഷ അനുഭവിച്ച വ്യക്തികളുടെ എണ്ണം വെറും 5,724. ബാക്കി പ്രതികൾ എവിടെ? നാം മനസ്സിലാക്കേണ്ടത് എത്ര കേസുകൾക്ക് ശിക്ഷ നടപ്പാക്കപ്പെട്ടു എന്നന്വേഷിച്ചാൽ എണ്ണം കേവല വിരളമാണ്. കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞുപോയ നമ്മളെയൊക്കെ ഇപ്പോൾ ഉദ്ബോധിപ്പിച്ച ഈ കേസിൽ തന്നെ 7 പ്രതികളുണ്ട്. ഞാൻ പറയുന്നു 1000 കേസുകൾക്ക് പോലും പാരമ്പര്യത്തിന്റെ നിറകുടമെന്ന് പറയുന്ന, സംസ്കാരത്തിന്റെ ഈറ്റിലമെന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഭരണകൂടത്തിന്, നിയമവ്യവസ്ഥയ്ക്ക്, നിയമപാലർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട നിയമനിർമ്മാണങ്ങൾ കൊണ്ടെന്ത് നേട്ടമാണുള്ളത്? കോടതി തന്നെ ചോദിച്ചുവല്ലോ, 45 മിനിറ്റ് നേരം ഈ സിറ്റിയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നിയമപാലകർ എവിടെയായിരുന്നു? ഇനി വേണോ? 2011 നടന്ന 24,206 കേസുകളിൽ 93.1% കൃത്യമായ കണക്കാണ്, പ്രതികളെ തിരിച്ചറിഞ്ഞതാണ്. മാത്രമല്ല വ്യക്തമായി അറിയാവുന്നവരാണ്. അതിൽ 7,835 കേസുകൾ പീഡിപ്പിച്ചത് അയൽവാസികളാണെങ്കിൽ, 1,560 കേസുകളിൽ പീഡിപ്പിച്ചത് ബന്ധുക്കളാണെങ്കിൽ, 12,887 കേസുകളിൽ പീഡിപ്പിച്ചത് സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണെങ്കിൽ, ഖേദപൂർവ്വം പറയട്ടെ, 267 കേസിലെങ്കിലും പീഡിപ്പിച്ചത് സ്വന്തം പിതാവാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, കേസുകൾ ഇനിയും വരും. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ എണ്ണവും വർദ്ധിക്കുമെന്ന മാൽത്തൂസിയൻ സിദ്ധാന്തം അല്ല, മാൽത്തൂസിയൻ വങ്കത്വം, അതാണോ നിയമകൂടം കൊണ്ടു നടക്കുന്നത് എന്ന് പോലും സംശയിപ്പിക്കുന്ന രീതിയിലാണ് നിയമത്തിൻ്റെ പരിപാലനങ്ങൾ നടക്കുന്നത്, അഥവാ നിയമത്തിൻ്റെ പാഠനം നടക്കുന്നത്. വാത്മീകി പണ്ട് പറഞ്ഞിട്ടുള്ളത് ഇന്നും സത്യമാണ്. നമ്മളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അന്ന് കാട്ടിൽ മാത്രം ജീവിച്ചിരുന്നവർ കാട്ടാളന്മാരായി അറിയപ്പെട്ടപ്പോൾ നാട്ടാളന്മാർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സ്വഭാവത്തിന് മുഖത്ത് പൗഡർ ഇടുന്നതും പല്ല് തേച്ചില്ലെങ്കിലും ലിപ്സ്റ്റിക് ഇടുന്നതും ഒഴിച്ചാൽ നമ്മുടെയൊക്കെ സ്വഭാവത്തിന് കാതലായ മാറ്റമൊന്നും ഈ 12 ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉണ്ടായിട്ടില്ല എന്ന് വേണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയങ്ങളിലോട്ട് കടക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പൊര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടി കുടുംബത്തിന്, ഇന്ന് പൊര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയേക്കാൾ ഭീതി ഉളവാക്കുന്നതാണ് ആൺകുട്ടി. ഇവിടുത്തെ അമ്മമാർക്ക് നിങ്ങളുടെ ആൺകുട്ടികളെ ധൈര്യമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കാൻ പറ്റുമോ? അതിനുള്ള ധൈര്യം ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കുണ്ടോ? നമുക്ക് കുട്ടികളെ അപ്പോൾ വേർതിരിവില്ല. ഇത് സ്ത്രീക്ക് മാത്രമല്ല പീഡനം, പുരുഷന്മാർക്കും ഉണ്ട് പീഡനം. തോന്നി ഇതൊക്കെ ചെയ്യാം. പക്ഷേ മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റാൻ അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യന് കഴിയില്ല. അത് ഉള്ളിൽ നിന്നുണ്ടാകണം, അത് തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവിൻ്റെ സന്ദേശമാണ് ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത്. അത് കുട്ടിയിൽ നിന്ന് തുടങ്ങണം. കുട്ടിയിൽ നിന്ന് തുടങ്ങണമെങ്കിൽ അച്ഛനും അമ്മയും അത് മാതൃകയായി വീട്ടിൽ നിന്ന് തുടങ്ങണം. ആണും പെണ്ണും ഉള്ളിടത്തൊക്കെ ഇതൊക്കെ സംഭവം നടന്നുകൊണ്ടിരിക്കും. പക്ഷേ തിരിച്ചറിവിൻ്റെ പാഠം നമ്മുടെ കുട്ടികളെ, ആണിനെയും പെണ്ണിനെയും പഠിപ്പിക്കാൻ തുടക്കത്തിലെ അച്ഛനമ്മമാർക്ക് സാധിക്കുകയാണ് എങ്കിൽ ഇതിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കാൻ സാധിക്കും. കൊച്ചു പെൺകുട്ടികളും യുവതികളുമൊക്കെ പീഡനങ്ങൾക്കിരയാകുമ്പോൾ ഏത് ധാർമ്മികതയുടെ കോടതിയിൽ നിന്നാണ് നമ്മൾക്കതിന് ശിക്ഷ ലഭിക്കുക എന്ന് എന്നെപ്പോലെയുള്ള സാധാരണ സ്ത്രീകൾക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഒരു സാംസ്കാരിക അപചയമെന്നോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ തകർച്ചയെന്നോ മാത്രം പേര് നൽകി നമുക്കിതിനെ ലളിതവൽക്കരിക്കാനോ, അല്ലാതെ ഡൽഹിയിൽ നടക്കുന്ന കൂട്ടമായിട്ടുള്ളൊരു പ്രതിഷേധം അതിന് വേറെ മാനങ്ങൾ നൽകുന്നതിനോ പകരം ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങി സ്ത്രീയുടെ മേലുള്ള അവളുടെ അതിജീവനത്തിൻ്റെ പോരാട്ടങ്ങളുടെ ചെറിയൊരു ഭാഗമായി നിൽക്കുവാനാണ് ഞാനും എന്നെപ്പോലെ സമൂഹത്തിലെ സാധാരണ സ്ത്രീകളും ഇഷ്ടപ്പെടുന്നത്. അതിനുവേണ്ടി, അവകാശത്തിനു വേണ്ടി പോരാടുന്നതും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ വീടുകളിലും വളരെ ആശങ്കയോടുകൂടി അവരുടെ പെൺമക്കൾ ദുഃഖമായി അല്ലെങ്കിൽ ആകാംക്ഷയായി നിലകൊള്ളുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ്, വലിയൊരു ഉപരോധത്തിൻ്റെ ശക്തിയായിട്ടാണ് യുവതലമുറ ഒന്നാകെ ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുന്നത്. ആ പോരാട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പം നിലകൊള്ളുവാൻ ഒരു
സഹോദരന്മാരുടെ ഒരു സമൂഹം ഉള്ളത് വളരെയധികം ആകാംക്ഷയ്ക്ക്, പ്രതീക്ഷയ്ക്ക് വേദി നൽകുകയാണ്. ആഗോള വ്യാപകമായി നടക്കുന്ന മുന്നേറ്റങ്ങളിൽ വനിത എന്നറിയപ്പെടുന്നവരുണ്ട്. പ്രാചീന ആചാരങ്ങളുടെ പാപഭാരങ്ങൾ പേറുന്ന അപരിഷ്ഠിതയായ സ്ത്രീയുണ്ട്. ഇങ്ങനെ നമ്മൾ സ്ത്രീകളെ തന്നെ സമ്പന്ന വിഭാഗമെന്നും ദരിദ്ര വിഭാഗമെന്നും രണ്ടായി നമ്മളവിടെ വേർതിരിക്കുന്നു. പ്രബുദ്ധത ഉൾക്കൊണ്ട വനിതയും പാപഭാരങ്ങളുടെ ആചാരങ്ങൾ പേറുന്ന അപരിഷ്ഠിതയായ ദരിദ്ര സ്ത്രീയും. പക്ഷെ ഇന്ന് ഞാനതിനെ മാറ്റി പറയുന്നു. സ്ത്രീ സമൂഹം ഒന്നടങ്കം അതിന് ഒരു പ്രതീകമായിട്ട് നിലകൊള്ളുന്നു. അരുത് കാട്ടാള മകളാണെന്നോർക്കുക എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഡോക്ടർ ജയചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. സെമീൽ പൊന്നാനി, ഉഷ മധുസൂദനൻ, ഷക്കീല വഹാബ്, അക്ബർ വേങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു. This is where the family makes merry. When you buy clothes, shoes and grocery, toys or trinkets, all you name. Shopping here is the whole you get. Nesto, Nesto, the family store next door. Nesto, your family superstore. Nesto Hypermarket, Beta Riyadh and Al Bilad Mall, Dammam. നൂതന സാങ്കേതികതയുടെ സഹായത്താൽ തക്ക സമയത്ത് രോഗനിർണയം നടത്തി ചികിത്സിച്ചതുകൊണ്ട് എന്റെ കുട്ടി ഇപ്പൊ സേഫാണ്. രോഗികൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസം, അതാണ് ഞങ്ങളുടെ കരുത്ത്. സമ്പൂർണ്ണ ആരോഗ്യത്തിന്റെ സംതൃപ്തി ഇനി നിങ്ങളുടെ കുടുംബങ്ങളിലും. സഫ മക്ക പോളിക്ലിനിക് ആൻഡ് ഫാമിലി ക്ലിനിക്, ഇഖാമ ബലദിയ മെഡിക്കൽ സെന്റർ, ബത്ത റിയാദ്. ആതുര സേവനം 24 മണിക്കൂറും. तारा समान बेटाया भर गई रोशनी, गाँव वालों का साथी स्टारडस्ट टॉर्च, गाँव वालों Stardust, torch and emergency lamps, brightening the future. It's a lovely home. Wow. It's a Sanford home. Sanford Electronics and Home Appliances. Experience the best in style. Sanford, touching your life every day. മയിൽപീലി റിയാലിറ്റി ഷോ നമുക്കായി സമർപ്പിക്കുന്നത് ആതുര സേവന രംഗത്തെ ജിദ്ദയിലെ മഹനീയ സ്ഥാപനം ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ. സ്നേഹം പോലെ ഒരാതുരാലയം, ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ, മക്രോണ സ്ട്രീറ്റ്, ജിദ്ദ, സൗദി അറേബ്യ. സാന്ത്വനം പോലെ ഒരു ആതുരാലയം, ഷിഫ അൽ ഖമീസ് പോളിക്ലിനിക്, ഖമീസ് മുഷേദ്, സൗദി അറേബ്യ. ആതുര സേവന രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം നിങ്ങളുടെ സുഖത്തിനും ക്ഷേമത്തിനും വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈ രംഗത്ത് വിശ്വസ്തതയുടെ മുഖമുദ്രയുമായി ഷിഫ അൽ ഖമീസ് പോളിക്ലിനിക്, ഖമീസ് മുഷേദ്. ഭക്തിസാന്ദ്രമായ വരികളോടെ സൗദിയിലെ സംഗീത രംഗത്ത് പ്രശസ്തരായ യുവഗായകർ നിങ്ങളുടെ ആശീർവാദത്തിനായി കാത്തിരിക്കുന്നു. ഇവരുടെ ഗാനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ 056-100-4373 എന്ന നമ്പറിൽ നിങ്ങളുടെ SMS-കൾ അയയ്ക്കുക. ഞാൻ അബ്ദുൽ ഹമീദ് കരിമ്പുലാക്കൽ, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് പെരുവള്ളൂരിൽ താമസിക്കുന്നു. കോഴിക്കോട് അബൂബക്കർ സംഗീത സംവിധാനം നിർവഹിച്ച ഫിറോസ് ബാബു ആലപിച്ച ഖൈറുൽ വറായ സയ്യിദി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഞാൻ ആലപിക്കുന്നത്. യാ റസൂലുള്ളാഹ് സല്ലി അലാ
മുഹമ്മദി അർവാഹുകൾക്കധിപതി അർവാഹുകൾക്കധിപതി അഷ്റഫുൽ ഖൽഖാം നിധി സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല ഹമീദ് മുർത്തല യാ നബിയേ സലാം യാ റസൂലേ സലാം യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം மக்கம் பிறைந்த ராஜராம் மன்னான் புகழ்ந்த தூதராம் மக்கம் பிறைந்த ராஜராம் மன்னான் புகழ்ந்த தூதராம் திக்கு மதீன பூமணி தாதா ஹபீபு யா நபி திக்கு மதீன பூமணி தாதா ஹபீபு யா நபி சிரிக்கின்ற தீர்த்தமாமணி சிரிக்கின்ற தீர்த்தமாமணி தௌஹீது யா முஹம்மதி சிருல் சினாய முஸ்தபா சர்தார் ஹமீது முர்தலா சிருல் சினாய முஸ்தபா சர்தார் ஹமீது முர்தலா ஹமீது முர்தலா யா நபியே சலாம் யா ரசூலே சலாம் யா நபியே சலாம் யா ரசூலே சலாம் யா முஹம்மதி நபியே சலாம் யா முஹம்மது நபியே சலாம் யா முஹம்மது நபியே சலாம் யா முஹம்மது நபியே சலாம் എക്കാലവും സമത്വമേ എങ്ങും നിറയുന്ന താരമേ എക്കാലവും സമത്വമേ എങ്ങും നിറയുന്ന താരമേ അക്കുല്യത്തീമിൻ ചേർമണി ഹാഷിമി വംശക്കൺമണി അക്കുല്യത്തീമിൻ ചേർമണി ഹാഷിമി വംശക്കൺമണി ചിരിക്കിന്ന തീർത്ഥമാമണി ചിരിക്കിന്ന തീർത്ഥമാമണി തൗഹീദ് യാ മുഹമ്മദി സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർതല സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർതല ഹമീദ് മുർതല യാ നബിയേ സലാം യാ റസൂലേ സലാം യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം ഖൈറുൽ വറായ സയ്യിദി കരുണക്കടൽ മുഹമ്മദി ഖൈറുൽ വറായ സയ്യിദി കരുണക്കടൽ മുഹമ്മദി അർവാഹുകൾക്കധിപതി അർവാഹുകൾക്കധിപതി അഷ്റഫുൽ ഖൽഖാം നിധി സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർതല സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർതല ഹമീദ് മുർതല യാ നബിയേ സലാം യാ റസൂലേ സലാം യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം. ഹമീദ് നന്നായിട്ട് പാടി. ഇതിന് കുറച്ചുകൂടി ഒരു ശ്രുതി ഇടയ്ക്ക് ഇങ്ങനെ പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടോ എന്ന് എനിക്ക് തോന്നി.
അതൊന്ന് ശ്രദ്ധിക്കണം. എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് വേണ്ട നിങ്ങളുടെ സഹകരണം ഹമീദ് കരിമ്പുലക്കൽ എന്ന അഡ്രസ്സിലേക്ക്. മാഷേ, ഞാൻ നല്ല അടിപൊളി ഷർട്ട് വാങ്ങി, അമ്മുവിനുള്ള ഉടുപ്പ് വാങ്ങിച്ചു, ഭാവനയ്ക്കുള്ള സാരി വാങ്ങി. ഞങ്ങള് പോയി സിറ്റി ഫ്ലവറിലെ ആശിച്ചതെല്ലാം കിട്ടി. സിറ്റി ഫ്ലവർ, റിയാദ്, ദമാം, ഹഫ്രൽ ബത്തിൻ, ഹെയിൽ ആൻഡ് ബുറൈത. പ്രിയപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കാരം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ഷിഫ അൽ ജസീറ പോളിക്ലിനിക്, ബത്ത, റിയാദ്, സൗദി അറേബ്യ. Open now. First time in Saudi Arabia. G for Gold Kids and Teens Jewelry. 18 and 22 karat gold. Exclusive jewelry for kids and teens ornaments. G4 Gold. Bin Sulaiman Souk, Lulu Hypermarket, Batta, Riyadh. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, പ്രഗത്ഭരായ മലയാളി ഡോക്ടർമാർ, മിതമായ ചികിത്സാ നിരക്ക്, മികച്ച സേവനം. ഇക്കാമ ബലദിയ മെഡിക്കൽ സെന്റർ, ന്യൂ സഫ മഖ പോളിക്ലിനിക്, ബത്ത, ബംഗ്ലാദേശ് മാർക്കറ്റിന് സമീപം. എൻ്റെ പേര് അനസ്. എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് എൻ്റെ വീട്. ഞാനിവിടെ പാടാൻ പോകുന്ന പാട്ട് പൂവച്ചൽ ഖാദർ രചിച്ച് നിലമ്പൂർ ഷാജി ആലപിച്ച അഹദോന്റെ തിരുനാമം എന്ന മാപ്പിള ഗാനമാണ്. അഹദോന്റെ തിരുനാമം ഒളിന്തിന്റെ സമയത്ത് ദുആ ചെയ്ത് കരം പൊത്തി തെളിന്ത് റബ്ബേ സ്തുതിയാൽ കടക്കട്ടെ നബിയോരിൽ സലാമും വിണ്ടേ. സുബൈ ബാങ്കിലുണർന്നിട്ട് ഒലുവുള്ള മനസ്സാലെ സുജൂദിൽ നിന്നുയരേണം ഇസ്ലാം നാട്. മനിതർ തഴമ്പുള്ള പിരിതെറ്റി തടവിക്കൊണ്ടേ. വനം പോലെ ദുനിയാവിൽ മനുഷ്യന്റെ സുഖം കാത്ത് കരുത്താലെ സ്നേഹത്തിൻ അലിവേഴുതും അവരുടെ ഹൃദയത്തിൻ്റിണത്തിലും കിളിർത്തും കിസ്സ. അഴകിൻ്റെ മെതിയടി അടയാളം പതിന്തുള്ള വഴിവക്കിൽ അറബിപ്പൂ വളർന്നേതിന്നെ മറവിൽ തിളങ്ങുന്ന സുറുമക്കൺ ഇളക്കം കണ്ടേ. ആ കുടിലിൻ്റൊരു കോണിൽ കഥ എന്തെന്നറിയാതെ 14 രാവിനൊത്ത് വളർന്നേ ബീവി. അവളുടെ ഹൃദയത്തിൽ മണം തൂകി അണൈന്ത മാരൻ. ഉടയവൻ വിധിച്ചുള്ള വഴിയാ
കരൾ രണ്ടും മുഴുകിയ പിരിച്ചത്തേനാൽ വളവിൽ കൊതിയെല്ലാം പടൈത്തവൻ എടുത്ത് കൊണ്ടാ അഹദോന്റെ തിരുനാമം മൊളിന്തിൻ്റെ സമയത്ത് ദുആ ചെയ്ത് കരം പൊത്തി തെളിന്ത് റബ്ബേ സ്തുതിയാൽ കടക്കട്ടെ നബിയോരിൽ സലാത്തും ബിണ്ടേ. അനസ് നന്നായിട്ട് പാടി, നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു. റിക്കവറിനോട് പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. എനിക്ക് എല്ലാവരും വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യുന്ന ഫോർമാറ്റ് അനസ് കോതമംഗലം. നെസ്റ്റോ പ്രവാസജാലകത്തിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരേക്കും നന്ദി, നമസ്കാരം.